നമ്മൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഹൃദയം ഇവിടെ എത്തിക്കാൻ സാധിച്ചു. നമ്മുടെ പോലീസ് സേനയുടെ സഹായത്തോടുകൂടി കേവലം 20 മിനിറ്റ് കൊണ്ട് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് ലിസി ആശുപത്രി ഹൃദയം എത്തിക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. ഇവിടെ ഡോക്ടർ ജോസാക്കോ പെരേപ്പുറത്തിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ സംഘം തയ്യാറായി നിൽക്കുകയായിരുന്നു. ഹൃദയം എത്തിച്ച ഉടൻ തന്നെ അവിടെ സർജറി ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് എന്ന് പ്രതീക്ഷിക്കാം. സാധാരണയായി ഒരു 4 മണിക്കൂറാണ് ഒരു സർജറിക്ക് നമ്മൾക്ക് കണക്കാക്കി വരുന്നത്. പിന്നെ പല ഘടകങ്ങളെ അനുസരിച്ച് അതിനകത്ത് മാറ്റങ്ങൾ വരാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഹൃദയം ദാതാവിൽ നിന്ന് എടുത്ത് 4 മണിക്കൂറിനുള്ളിൽ തന്നെ സ്വീകർത്താവിൽ സ്പന്ദിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അതിന് സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇത്രയും ചെറിയ പ്രായത്തിൽ 13 വയസ്സുള്ള ഒരു കുട്ടിക്ക് നമ്മുടെ സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടില്ല എന്നാണ് നമ്മളുടെ അറിവ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. എന്നിരുന്നാലും അതെല്ലാം കൃത്യമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഡോക്ടേഴ്സ്. നമുക്ക് ഇന്നലെ ചെയ്ത അത് വളരെ തൃപ്തികരമായിട്ട് തുടരുന്നു. നാളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുവാൻ കഴിയുമെന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. ഇന്നത്തെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉച്ചയോടുകൂടിയാണ് നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഓർഗൻ ക്രമീകരണങ്ങൾ നടത്തുന്ന കേസോട്ടോ വഴി ഇങ്ങനൊരു വിവരം ലഭിക്കുന്നത്. LF ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ഡോണർ ഉണ്ടെന്നും അത് നമ്മൾക്കിവിടെ കാത്തിരിക്കുന്ന 13 വയസ്സുള്ള കുട്ടിക്ക് അത് പോസിറ്റീവ് രക്തഗ്രൂപ്പാണ്. ആ കുട്ടിക്ക് അത് അനുയോജ്യമാവും എന്ന് കണ്ടിട്ട് നമ്മൾ പ്രാഥമിക പരിശോധനകൾ നടത്തി എടുക്കുവാനുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്നിരുന്നാലും അതിൻ്റെ ഒരു അവസാന തീരുമാനം വന്നത് നമ്മളുടെ ഇവിടുത്തെ എൻ്റെ ടീം അവിടെ ചെന്നു. രാത്രി 10 മണിയോടുകൂടി വളരെ വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് എടുക്കുവാനായിട്ട് തീരുമാനിച്ചത്. ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത, സാധാരണയായി നമ്മൾക്ക് ഓർഗൻ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം അത് തിരുവനന്തപുരത്താണെങ്കിൽ സമയവും ദൂരവും എല്ലാം നമ്മൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ ഇന്ന് അത് നമ്മളുടെ ഹൃദയം സ്വീകരിക്കേണ്ട കുട്ടി കൊല്ലം അഞ്ചൽ സ്വദേശിയാണ്. അവിടെ നിന്ന് ആ കുട്ടിയെ എത്രയും വേഗം എത്തിക്കുക എന്നുള്ളതായിരുന്നു ഒരു വലിയ വെല്ലുവിളി. അപ്പോൾ നമ്മൾ പതിവ് പോലെ ഈ ദൂരത്തെ സമയത്തെയെല്ലാം മറികടക്കാൻ നമ്മുടെ മന്ത്രി ശ്രീ P രാജീവിനെ ബന്ധപ്പെടുകയും ഹെലികോപ്റ്റർ ലഭ്യമാകുമെന്ന് ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം ഉടൻ തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഹെലികോപ്റ്റർ വിട്ടുതരാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ ഹെലികോപ്റ്റർ നമ്മുടെ സ്റ്റേഷനിൽ അവൈലബിൾ ആയിരുന്നില്ല. ആ ഹെലികോപ്റ്റർ അവിടെ കൊല്ലത്ത് എത്തിച്ച് വീണ്ടും അവിടെ നിന്ന് കുട്ടിയെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സമയം കൂടുതൽ എടുക്കേണ്ട ഒരു സാഹചര്യം വരുമായിരുന്നു. മാത്രമല്ല ഡേ ടൈം പോയി കഴിഞ്ഞാൽ ഫ്ലൈ ചെയ്യുന്നതിനും സാങ്കേതികമായ തടസ്സങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വന്ദേ ഭാരത് ട്രെയിൻ വഴി 4 മണിക്ക് ശേഷമുള്ള ട്രെയിനിലൂടെ നമ്മൾ കുട്ടി ഒരു 7 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ സാധിച്ചത്.